പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഏലൂർ നഗരസഭ നടപടിയെടുത്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിനോടാണ് പട്ടിക ആവശ്യപ്പെട്ടത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ എടുത്ത നടപടി എന്താണ്? ഏലൂരിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നഗരസഭ കൂടി നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് ഈ പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള കമ്പനികളുടെ പട്ടികയാണ് പ്രധാനമായിട്ടും നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പ്രദേശത്തെ കമ്പനികളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയും പിന്നീട് ചില കമ്പനികൾ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ചില കമ്പനികളുടെ പുറത്തെല്ലാം തന്നെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്, അത് ഈ രാസമാലിന്യം അടക്കമുള്ള വേണ്ട ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നീട് മഴ പെയ്തപ്പോൾ അത് കാണയിലൂടെ ഇത് പെരിയാറിലേക്ക് ഒഴുകിയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കമ്പനികളുടെ പട്ടികയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് നഗരസഭ കൂടി ഈ കാര്യങ്ങളിൽ പരിശോധന നടത്തിയതിനു ശേഷം ഇവക്കെല്ലാം തന്നെ നോട്ടീസ് നൽകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നഗരസഭ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായതോടെ കിരൺ, നമുക്കറിയാം പ്രതിഷേധം എത്തരത്തിലായിരുന്നു പ്രദേശവാസികളുടെയും കർഷകരുടെ ഒക്കെ എന്നുള്ളത്. അതോടുകൂടിയായിട്ടാണ്, കാരണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരിസരത്ത് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നഗരസഭയ്ക്ക് അറിയായിക ഉള്ള കാര്യമല്ലല്ലോ. പക്ഷേ വലിയ രീതിയിൽ പ്രതിരോധത്തിലായതോടെ ജനരോഷം ഭയന്നുകൊണ്ടാണ് ഈ നടപടി എന്നൊരു ആക്ഷേപം കൂടിയുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഈ നഗരസഭയിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും ആളുകളൊക്കെ, നാട്ടുകാരടക്കമുള്ള ആളുകളൊക്കെ സംഘടിച്ചെത്തി ഈ ചത്തുപൊങ്ങിയ മത്സ്യത്തെ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് വലിച്ചെറിയുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഇത്തരത്തിൽ ജനരോഷം അത് വലിയ രീതിയിൽ തന്നെ പ്രകടമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നഗരസഭ ഈ കാര്യത്തിൽ മുന്നോട്ടിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ പലപ്പോഴും ഇത്തരത്തിൽ പെരിയാറിലേക്ക് ഏലൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മലിനജലം ഒഴുക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി നാട്ടുകാർ വ്യാപകമായി തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്, പലതവണ ഉയർത്തിയിട്ടുള്ളതാണ്. നേരത്തെ ഇതിന് സമാനമായിട്ടുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഏലൂരിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ നഗരസഭ കൃത്യമായ നടപടി എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു സാഹചര്യത്തിലാണ് ജനരോക്ഷം പിന്നീട് നഗരസഭയ്ക്ക് നേരെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നേരെയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പിന്നീട് കർശന നടപടികളിലേക്ക് കടന്നു. ഇപ്പോൾ നഗരസഭ കൂടി ഏതായാലും ഈ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്.